ഊണിലും ഉറക്കത്തിലും മൊബൈൽ ഫോൺ അതില്ലാതെ പറ്റില്ല മിക്ക കുട്ടികൾക്കും. ലഹരിക്കടിമയാകുന്നത് പോലുള്ള ആസക്തിയാണ് അത്. ലഹരി മോചന ചികിത്സ പോലെ ഡിജിറ്റൽ ആസക്തിയിൽ നിന്നുള്ള മോചനത്തിനും ചികിത്സ വേണം. അതിനുള്ള സഹായത്തിനായി പോലീസ് ഉണ്ട് എന്ന് എത്ര പേർക്കറിയാം? ഇന്റർനെറ്റ് അടിമത്തം നിയന്ത്രിക്കാൻ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് DDAD അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. ആരോഗ്യം, വനിതാ ശിശു വികസനം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. രക്ഷിതാക്കൾ, അധ്യാപകർ, വിവിധ സംഘടനകൾ, ഏജൻസികൾ എന്നിവർക്ക് DDAD അവബോധവും നൽകുന്നുണ്ട്. DDADിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം: 9497 900 200. കേരള പോലീസിന്റെ ചിരി ഹെൽപ്പ് ലൈൻ നമ്പറാണിത്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മുതൽ 5 വരെ സെന്ററിലൂടെ സേവനം ലഭിക്കും. ഈ ചികിത്സയ്ക്ക് എത്തുന്ന കുട്ടികളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. രക്ഷിതാക്കൾക്ക് കുട്ടിയുമായി നേരിട്ടെത്തിയും പ്രശ്നപരിഹാരം നേടാം. അതത് പോലീസ് സ്റ്റേഷനുകളിൽ ബന്ധപ്പെട്ടാൽ ആവശ്യമായ സഹായം ഉറപ്പായും കിട്ടും. എന്തായാലും പോലീസിന്റെ ഈ ഇടപെടൽ കാര്യക്ഷമമാണ്. സംസ്ഥാനത്താകെ ഈ പദ്ധതിയുടെ സഹായം തേടിയെത്തിയത് 1739 പേരാണ്. 775 കുട്ടികളെ ഡിജിറ്റൽ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കാൻ കഴിഞ്ഞു. മറ്റുള്ളവർക്ക് കൗൺസിലിംഗ് തുടരുകയാണ്. കൗൺസിലിംഗിലൂടെ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായവും ഉറപ്പാക്കുന്നുണ്ട്. ആൺകുട്ടികൾ ഗെയിമുകൾക്കും പെൺകുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങൾക്കുമാണ് കൂടുതൽ അടിമപ്പെട്ടിരിക്കുന്നത്. കുട്ടികളുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചാൽ ഡിജിറ്റൽ അടിമത്തം കണ്ടെത്താം. ഒരു കുട്ടി ഡിജിറ്റൽ ഉപകരണത്തിന് അടിമപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങളുണ്ട്. രാവിലെ ഉണരുമ്പോൾ തന്നെ ആ ഡിജിറ്റൽ ഉപകരണം അന്വേഷിക്കുന്നു. കൂടുതൽ സമയം അത് ഉപയോഗിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും സമയം ചെലവിടുന്നു. രണ്ടാമതായിട്ട് അതിന്റെ ഉപയോഗ സമയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു. മൂന്നാമത് ക്രമേണ ഇത് ഉപയോഗിക്കുന്നതിന്റെ അളവ്, സമയം കൂടിക്കൂടി വരുന്നു. 4, പെട്ടെന്ന് ഇത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ദേഷ്യവും അസ്വസ്ഥതയും ഉറക്കമില്ലായ്മയും അമിത ഉത്കണ്ഠയും അടക്കമുള്ള പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്നു. 5, മറ്റൊരു കാര്യവും ഈ കുട്ടിക്ക് സന്തോഷം നൽകുന്നില്ല. ഈ ഡിജിറ്റൽ ഉപകരണത്തിന്റെ ഉപയോഗം മാത്രമാണ് അവർക്ക് സന്തോഷം പകരുന്ന ഏക കാര്യം. 6, ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന കുട്ടിക്ക് തന്നെ അറിയാം. ഈ ഉപയോഗം അപകടകരമാണ്, തന്റെ പഠനത്തെയും ജീവിതത്തെയും ബാധിക്കുന്നു എന്നറിയാമെങ്കിലും അത് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ 6 ലക്ഷണങ്ങളിൽ 3 ഒരു മാസം തുടർച്ചയായി ഒരു കുട്ടി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അത് ഇടപെടൽ ആവശ്യമുള്ള ഒരു ഡിജിറ്റൽ അടിമത്തമായി കരുതാം. അമിതമായ ഡിജിറ്റൽ ഉപയോഗം പലപ്പോഴും കുട്ടികളിൽ ശ്രദ്ധക്കുറവ്, അമിത വികൃതി, പിരിവിരിപ്പ്, എടുത്തുചാട്ടം എന്നീ ലക്ഷണങ്ങളുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന അവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. അമിതമായ ഡിജിറ്റൽ ഉപയോഗമുള്ള കുട്ടികളിൽ പൊതുവെ ഒരു അസഹിഷ്ണുത, അതായത് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അമിതമായി ദേഷ്യപ്പെടുക, പൊട്ടിത്തെറിക്കുക, ആത്മഹത്യ ഭീഷണി മുഴക്കുക, ഇത്തരം ലക്ഷണങ്ങൾ പ്രകടമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും പഠന നിലവാരത്തെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം. അതുകൊണ്ട് ഒരു ഡിജിറ്റൽ അടിമത്തത്തിലേക്ക് കുട്ടി പോകുന്നുവെങ്കിൽ അത് കൃത്യമായ ഇടപെടലിലൂടെ അവസാനിപ്പിച്ചെടുക്കേണ്ടത് ആ കുട്ടിയുടെ ആവശ്യമാണ്, മാതാപിതാക്കളുടെ ആവശ്യമാണ്, അദ്ദേഹം പഠിക്കുന്ന വിദ്യാലയത്തിന്റെയും ഈ രാഷ്ട്രത്തിന്റെയും ആവശ്യമാണ്. മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയ ഇന്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് വഴിയാണ് ഡിജിറ്റൽ അടിമത്തത്തിന്റെ തോത് കണ്ടെത്തുക. തുടർന്ന് കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള തെറാപ്പി, കൗൺസിലിംഗ്, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകും. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ പദ്ധതി നിലവിലുണ്ട്. വർദ്ധിച്ചുവരുന്ന ആവശ്യം കണക്കിലെടുത്ത് പദ്ധതി വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. പല വീടുകളിലും ഈ ഡിജിറ്റൽ അടിമത്തം പരിധി വിട്ടു പോകുമ്പോൾ അക്രമ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും വീട്ടുകാരെ ഉപദ്രവിക്കുകയും പലപ്പോഴും കൊലപാതകവും ആത്മഹത്യയും അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ അടിമത്തം ചികിത്സ ആവശ്യമുള്ള ഘട്ടമെത്തിയാൽ ചികിത്സിക്കാതിരിക്കരുത്. അവമതിപ്പ് ഭയന്ന് ചികിത്സ തേടാതിരിക്കരുത്. ഈ DDAD സെന്റേഴ്സിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ പരിശീലനം ലഭിച്ച കൗൺസിലേഴ്സ് ഉണ്ട്. കുട്ടികളുടെ പഠന വിഷയങ്ങളടക്കം സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള കൗൺസിലേഴ്സാണ്. അവര് പ്രാഥമിക തലത്തിലുള്ളൊരു ഇടപെടൽ നടത്തിയ ശേഷം കൂടുതൽ വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റുകളുടെ അടുത്തേക്ക് അയക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ ആ ഒരു ഭാഗവും കൃത്യമായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും സൗജന്യമായി ഈ ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെ സേവനം ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾ മടിക്കരുത്. കാരണം
ഈ ഡിജിറ്റൽ അടിമത്വം ചികിത്സ എടുക്കാതെ ഇരുന്നാൽ ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ, വലിയ ഭവിഷ്യത്തുകൾ, അതിനെ മറികടക്കാൻ ഇത്തരം സെന്ററുകൾ വളരെ സഹായകമാണ്. അതിന്റെ മോഡ്യൂൾ നിർമ്മാണത്തിലും അതിന്റെ പരിശീലനങ്ങൾക്കും എല്ലാം ഞാൻ അടക്കമുള്ള ഒരുപാട് സൈക്യാട്രിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാം പിന്തുണ ഈ സ്ഥാപനത്തിന് ഉണ്ട് താനും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ 6 സെന്റേഴ്സുമായും ബന്ധപ്പെട്ട് വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സേവനം അവിടെ ലഭ്യമാവുകയും ചെയ്യും. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലമാണിത്. കുഴപ്പം കണ്ടാൽ കയ്യോടെ ഡാഡിന്റെ അരികിലെത്തുക. അഡിക്ഷന് പരിഹാരം അഡിക്ഷൻ മാത്രം. നന്നാകട്ടെ കുട്ടികൾ, നന്നാകട്ടെ നാട്.